1993 ആദ്യം ബനാറസില് ബാബരി പള്ളി പൊളിച്ചതിന് ശേഷം ഹിന്ദുത്വ സംഘം നടത്തുന്ന ഒരു ആക്രമണത്തിന്റെ കലാപത്തിന്റെ തുടർച്ചയായിട്ടാണ് അക്മലിനും സെയ്ദയ്ക്കും 3 കുഞ്ഞുങ്ങൾക്കും തൊഴിലാളികളായിട്ട് ഡൽഹിയിലേക്ക് കുടിയേറേണ്ടി വരുന്നത്. യഥാർത്ഥത്തിൽ ഒരു 4ഓ 5ഓ തലമുറ കൈമാറി കിട്ടിയിട്ടുള്ള സ്കിൽഫുൾ ആയിട്ടുള്ള ജോലി അറിയാവുന്ന ആളുകളാണ് അവര്. നമ്മളറിയുന്ന ബനാറസ് പട്ട് എന്ന് പറയുന്ന ആ പട്ട് നെയ്തെടുക്കാൻ അറിയാവുന്ന ഇന്ത്യയിലെ ഏറ്റവും വൈദഗ്ധ്യമേറിയ ഒരു കൈത്തൊഴിൽ അറിയാവുന്ന ആളുകൾ ആ തൊഴിൽ ചെയ്യാൻ പറ്റാതെ ഡൽഹിയിലേക്ക് കുടിയേറി അവിടെ തൊഴിലാളികളായിട്ട് അവർക്ക് ഒരു തരത്തിലുള്ള അവരുടെ സ്കില്ലുകളും ആവശ്യമില്ലാത്ത, എന്നാൽ ദിവസം 16ഓ 17ഓ മണിക്കൂർ ജോലി ചെയ്തിട്ട് ഒരിക്കൽ പോലും ആ നാടുകളിൽ ഒന്നും ലഭിക്കാത്ത ഒരു മിനിമം വേജിന്റെ 5/1 പോലും കിട്ടാത്ത രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ 30 വർഷവും ആയിട്ട് നിന്നിട്ട് തിരിഞ്ഞ് അവസാനം 30 വർഷത്തിന് ശേഷം അവരെ ജീവിതം എവിടേക്കോ അവരിങ്ങനെ സ്വരൂപിച്ച് നിൽക്കുമ്പോൾ അടുത്ത കലാപം വരുന്നു 2020 ഈ പൗരത്വ ബില്ലിന് ശേഷം. അപ്പൊ അങ്ങനെ ഒരു സർക്കിളിന്റെ അകത്ത് നിൽക്കുന്ന ഒരു ജീവിതമുണ്ട്. അപ്പൊ ആ ജീവിതം ഒരു നമുക്ക് പ്രത്യേകിച്ചും കേരളത്തിന് അപരിചിതമായിട്ടുള്ള ഒരു ജീവിതമാണ്. അതുകൊണ്ട് തന്നെ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതും അത് മലയാളത്തിൽ നമ്മൾ അവതരിപ്പിക്കേണ്ടതും ഈ കാലം നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു കാലത്ത് അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നായിട്ടാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ ട്രാൻസ്ലേഷന് വേണ്ടി മുതിർന്നതും. നേരത്തെ ആരതി പറഞ്ഞതുപോലെ ഈ പുസ്തകം താങ്ക് യു നേഹ ഫോർ റൈറ്റിംഗ് ദിസ്. Saida, like everybody spoke about, I met Saida in Northeast Delhi. Northeast Delhi is also where the 2020 riots took place. But Northeast Delhi again has the largest number of migrant workers, and so Saida was there. And I'm very thankful to her that she sort of opened up and spoke to me and shared her lives. A lot of times when I would go to these areas and I would ask women, do you work? They would say no. And then I would say, no, but I can see you stitching these footballs. And then they would answer and say that, no, this is just to buy milk and grocery for today, or to buy vegetables for children. And which made me understand 2 things. The fact, like Saida and many women that I write about are piece rate workers. So essentially, if you're familiar, piece rate workers are essentially people who are paid per piece of what they make. And a lot of times they are paid per 12 dozen things that they make, so per 144 pieces of the things that they make. So Saida, in the last 30 years since she moved to Delhi, did 50 jobs, which meant basically every possible thing that we use in our lives, whether it's stationery, hardware, electronics, car accessories, cycle brake wires, almonds, things that we eat, festival goodies, every possible thing, door knobs, door hinges, everything is made by somebody like Saida. And in these 30 years, she never managed to make more than 1/5 of the daily wage. ഈ പുസ്തകം വായിക്കുമ്പോഴാണ് എങ്ങനെയാണ് കേരളം വ്യത്യസ്തമാകുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വളരെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടുന്നു. ഇവിടെ ഇരിക്കുന്ന ഈ ഓരോരുത്തരും, ഇപ്പോൾ എനിക്ക് എല്ലാവരെയും മുഴുവൻ പേരെയും ഏതാണ്ട് അറിയാവുന്നവരാണ്. ഇവരൊക്കെ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ വികസന പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചിന്തിക്കുകയും എഴുതുകയും പറയുകയും പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നവരാണ്. പക്ഷെ ഇവരിൽ എത്ര പേർക്ക് ഇവിടെ ഈ കരാവൽ എന്ന് പറയുന്ന ഒരു സ്ഥലം ഡൽഹിയിലുണ്ട് എന്നും, ഡൽഹി പോലെ കേന്ദ്ര ഭരണകൂടത്തിൻ്റെ മൂക്കിന് താഴെയുള്ള ഒരു സ്ഥലത്ത് നടക്കുന്ന അതിക്രൂരമായ അതിദയനീയമായ സംഭവങ്ങൾ, അത് തൊഴിൽ മേഖലയിലായാലും സാമൂഹ്യ മേഖലയിലായാലും സ്ത്രീകളുടെ കാര്യത്തിലായാലും അവിശ്വസനീയമെന്നേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഈ കരാവൽ എന്ന് പറയുന്ന പ്രദേശം, ഇവിടെ ഇപ്പോൾ പൊട്ടിൻ്റെ കാര്യം പറഞ്ഞു. എനിക്ക് പലപ്പോഴും കൗതുകം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ പൊട്ടൊക്കെ എവിടെയാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും, ഓരോ പ്ലാസ്റ്റിക് സാധനങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ തിരുവനന്തപുരത്ത് തന്നെ അനിയംസാൻ അല്ലെങ്കിൽ അതിഥി തൊഴിലാളികൾ കൊണ്ട് നടക്കുന്ന ചെറിയ ചെറിയ പ്രോഡക്ട്സ്, ഇതൊക്കെ എവിടെയാണ് നിർമ്മിക്കുന്നത്, ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്ന് ചിന്തിക്കാറുണ്ട്. ഇതിൻ്റെ ഏതാണ്ട് എനിക്ക് തോന്നുന്നൊരു 90% ഈ നേഹയുടെ ഈ പുസ്തകത്തിൽ പറയുന്ന സ്ഥലത്താണ്. കരവൽ എന്ന് പറയുന്നത് ചെറിയ 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 നിർമ്മാണ യൂണിറ്റുകളും ഫാക്ടറികളുമാണ്.
അതിലേറ്റവും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ് ബദാം ഫാക്ടറികൾ. ബദാമിൻ്റെ തോട് പൊട്ടിച്ച് അത് നമ്മളെല്ലാം ഇപ്പോൾ വളരെ ഫാഷനബിളായിട്ട് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് 5 ബദാം വീതം കഴിക്കുന്ന നമ്മൾ ഈ ബദാം ഉണ്ടാക്കുന്നത് സ്ത്രീകളാണ്. അവരുടെ ജീവിതം, അവരുടെ ആരോഗ്യം ഒക്കെ കളഞ്ഞുകൊണ്ട് എത്ര ഭീകരമാണ്. അപ്പോൾ ഈ സെയ്ദ എന്ന് പറയുന്ന അതൊരു സ്ത്രീയിലൂടെ, ഒരു മുസ്ലിം സ്ത്രീയിലൂടെ ഇവിടെ സൂചിപ്പിച്ച ആധുനിക ഇന്ത്യയിൽ എങ്ങനെയാണ് 1973 ജനിച്ച സെയ്ദ ഇന്ന് വരെ എത്തി നിൽക്കുമ്പോൾ ഇന്ത്യ കടന്നുപോയ എല്ലാ സംഭവങ്ങളും. സെയ്ദ എന്ന് പറയുന്നത് ഏറ്റവും ദരിദ്രമായ ഒരു കുടുംബത്തിലെ 14 വയസ്സിൽ കല്യാണം കഴിച്ച ഒരു മുസ്ലിം വനിതയാണ്. അവരുടെ ജീവിതത്തിലൂടെ, ഇത് ബാബറി മസ്ജിദ് പൊളിക്കുമ്പോഴായിക്കോട്ടെ, രഥയാത്ര നടക്കുമ്പോഴായിക്കോട്ടെ, ഗുജറാത്തിൽ കലാപം നടക്കുമ്പോഴായിക്കോട്ടെ, ഡിമോണിറ്റൈസേഷൻ സംഭവിക്കുമ്പോഴായിക്കോട്ടെ, കോവിഡ് സംഭവിക്കുമ്പോഴായിക്കോട്ടെ, ഇത് ഓരോന്നും ഈ സെയ്ദയുടെയും അവരുടെ സമൂഹത്തെയും എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത്, ഇത് ഓരോന്നും അവരെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കിതുമായിട്ടൊന്നും ഒരു ബന്ധമുള്ളവരല്ല. അവർക്കിതൊക്കെ എന്താണെന്ന് പോലും അറിയില്ല. അവരുടെ ഓരോ സംഭവവും ഈ സ്ത്രീയുടെയും അവരുടെ കുടുംബത്തെയും അവരുടെ ചുറ്റുപാടുമുള്ളവരെയും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുക. ഇവർ യഥാർത്ഥത്തിൽ ബനാറസ് സാരി ഉണ്ടാക്കുന്ന നെയ്ത്ത് തൊഴിലാളിയാണ് ഇവളുടെ ഭർത്താവ്. അവിടെ മുതലാളിമാരായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി സമ്പന്നരായിട്ടുള്ള ഹിന്ദുക്കളും നെയ്ത്ത് തൊഴിലാളികളായ മുസ്ലിങ്ങളും, അതാണ് അവർ പറയുന്നത്, സാരിയുടെ ഊടും പാവും. ഈ ഊടും പാവും പോലെ ജീവിച്ചിരുന്ന, ഒരു സാരിയുടെ ഊടും പാവും പോലെ ജീവിച്ചിരുന്ന ഈ വിഭാഗങ്ങൾ, ഹിന്ദുത്വ ശക്തികൾ, സംഘപരിവാറിൻ്റെ ശക്തമായിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഈ ഊടും പാവും ഒരിക്കലും പിന്നെ കൂടിച്ചേരാത്തതുപോലെ തകർന്ന് തരിപ്പണമാവുകയാണ്. അതുവരെ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ്. അതും പറയുന്നുണ്ട് ഇതിനകത്ത്. ഇപ്പം നമ്മൾ അഖിലക്കിൻ്റെ മരണം നമ്മളെല്ലാവരും പ്രസംഗിക്കാനൊക്കെ പറയുന്നതാണ്. ബീഫ് ഫ്രിഡ്ജിൽ വെച്ചതിന് അഖിലക്കിനെ തല്ലിക്കൊന്നു. പക്ഷെ അത് മാത്രമല്ല, അത്ഭുതം തോന്നും ഗോമൂത്രത്തെക്കുറിച്ച് നേഹ എഴുതിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ 2014 ശേഷം പ്രത്യേകിച്ചും, 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം പ്രത്യേകിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിസിനസ്സാണ് ഗോമൂത്രം. ഗോമൂത്രം ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? അത് ഫ്ലോർ ക്ലീനർ ആവാം, ശീതളപാനീയം വരെ ഉണ്ടാക്കിയെന്നാണ്. അതൊരു വലിയൊരു ബിസിനസ്സായി നിരവധിയായ ഫാക്ടറികൾ ഉണ്ടാവും. അത് കൂടുതലും സ്വാഭാവികമായിട്ടും അവിടെയെല്ലാം പണിയെടുക്കുന്നത് ദരിദ്രരായിട്ടുള്ള മുസ്ലിങ്ങളാണ്. അപ്പോൾ അവിടെയും അത് പ്രശ്നമാവുകയാണ്. സെയ്ദയെ ജോലിക്ക് എടുക്കാൻ പാടില്ല, കാരണം ഗോമൂത്രം മുസ്ലിം തൊട്ട് അശുദ്ധമാക്കുന്നതാണ്. പക്ഷേ ഇവർ ജോലി എടുക്കാതെ ബിസിനസ് മുന്നോട്ട് പോയില്ല. അതുകൊണ്ട് രഹസ്യമായി ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കുക. സെയ്ദ എന്ന് പറയുന്നത് 12 വർഷത്തിൽ 45 ജോലിയാണ് എടുത്തത്. നിരവധി ജോലികൾ, പല ജോലി എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ ഫിഫ നമുക്കറിയാം, ഫുട്ബോൾ വരുമ്പോൾ ആ ഫുട്ബോൾ ഉണ്ടാക്കുന്നത്, അത് തുന്നിക്കെട്ടി ഉണ്ടാക്കുന്നത് സെയ്ദയും കുഞ്ഞു കുട്ടികളും മക്കളും കൂടിയിട്ടാണ്. സെയ്ദയുടെ അതൊരു പ്രതീകം മാത്രം ഞാൻ പറയുക. ഇങ്ങനെ ചെയ്യാത്ത ജോലികളില്ല. അത് ബദാം പൊളിക്കുന്നതായിക്കോട്ടെ, ജീൻസ് തുന്നുന്നതായിക്കോട്ടെ, ചെറിയ പ്ലാസ്റ്റിക് സാധനങ്ങൾ, സോഫ്റ്റ് ടോയ്സ്, പാവകൾ പിടിപ്പിക്കുക, പ്ലാസ്റ്റിക് സാധനങ്ങൾ, ഇങ്ങനെ നിരവധി ജോലികളാണ് ചെയ്യുന്നത്. 2000 പോലും, 2002 ആണെന്നാണ് എൻ്റെ ഓർമ്മ, പോലും ഏതാണ്ട് 2000 രൂപയാണ് 16 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ ഈ ഡൽഹിയിലെ ഒരു തൊഴിലാളിക്ക് മാസം കിട്ടുന്നത്. ആലോചിച്ച് നോക്കി, 2600 രൂപയാണ് ശരാശരി മാസം. കേരളത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ? ട്രോമാറ്റിക് എക്സ്പീരിയൻസ് എന്നൊക്കെ നമ്മൾ ഭംഗിക്ക് വേണ്ടി ചിലർ പറയും ട്രിഗർ ചെയ്യും, അത് ചെയ്യുന്നൊക്കെ. ഇത് ശരിക്കും ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് സൈദ ജനിക്കുന്നത് 1973. അപ്പോൾ എന്നെക്കാട്ടി 4 വയസ്സിന് മാത്രം മൂപ്പുള്ള ആളാണ് സൈദ. സൈദയുടെ ജീവിതവും എൻ്റെ ജീവിതവും കടന്നു പോകുന്ന ഇന്ത്യ, ഇറ്റ്സ് എ സെയിം ഇന്ത്യ ദാറ്റ് വി ഗ്രൂ അപ്പ്. പക്ഷെ എന്തുമാത്രം നമുക്ക് സങ്കല്പിക്കാൻ വയ്യാത്ത രീതിയിലുള്ള വ്യത്യസ്തമായ ജീവിതങ്ങളാണ്. എന്ന് മാത്രമല്ല, നേഹയുടെ ഒരു സ്റ്റൈലെന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന ആ സമയത്തുണ്ടായിരിക്കുന്ന ഓരോ പ്രധാനപ്പെട്ട വിഷയവും അതിൻ്റെ ഒരു ഫ്ലാഷ് ന്യൂസ് പോലെ ഒന്ന് അടയാളപ്പെടുത്തിയ ശേഷമാണ് സൈദയുടെ ഓരോരോ ജീവിത കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുന്നത്.
എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് ജനിക്കുന്ന വർഷത്തിലാണ് 73 സഞ്ജീർ എന്ന് പറയുന്ന അമിതാഭ് ബച്ചൻ്റെ സിനിമ ഇറങ്ങുന്നത്. അത് മലയാളത്തിൽ പിന്നീട് നായാട്ടം എന്ന രീതിയിൽ ജയനും പ്രേം നസീറും അഭിനയിച്ച ഒരു സിനിമ വന്നിട്ടുണ്ട്. അപ്പം ഇതെല്ലാം എനിക്ക് ഓർമ്മയുള്ള സംഭവങ്ങളാണ്. അതുപോലെ ബാബറി തകരുന്ന സമയത്ത് അഖേല എന്ന് പറഞ്ഞ സിനിമ സയ്യിദയുടെ അക്ലം എന്ന് പറഞ്ഞ ഹസ്ബൻഡ് കാണുകയാണ്. അപ്പം ഞാൻ ആ സമയം ഞാൻ അതേ സിനിമ കൽക്കട്ടയിൽ കണ്ടുകൊണ്ടിരിക്കുക. അതും അമിതാഭ് ബച്ചൻ്റെ സിനിമയാണ്. പക്ഷേ അതിനകത്തുള്ളൊരു നേഹന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ സമയം കാലഘട്ടം നമ്മൾ അറിയാതെ തന്നെ മറ്റൊരു ഇന്ത്യ വേണം. അമിതാഭ് ബച്ചൻ്റെ ആംഗ്രി യങ്മാനൊക്കെ പോയിട്ട് ഷാരൂഖ് ഖാൻ്റെയും അമീർ ഖാൻ്റെയും സന്തോഷമുള്ള ഒരു സൗന്ദര്യമുള്ളൊരു ഇന്ത്യ ഇതിൽ പക്ഷേ വരുന്നതിനകത്ത് ആ പുറം സൗന്ദര്യത്തിൻ്റെ പുറത്ത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലൊരു മറ്റൊരു ഇന്ത്യ ഉണ്ടാവും നമ്മൾ അറിയുന്നില്ല എന്നുള്ളത്. അത് മാത്രമല്ല ഇന്നും എൻ്റെ പല ഹിന്ദു സുഹൃത്തുക്കളും ഇപ്പോൾ 2 ദിവസം മുമ്പ് ഇവിടെ കുംഭമേളയോ തിരുനാവായിൽ എന്തൊരു സംഭവം നടന്നില്ല. അപ്പം എൻ്റെ പല സുഹൃത്തുക്കളും അവിടെ പോയപ്പോൾ ഞങ്ങൾ കർസവയ്ക്ക് പോയ പലരെയും കണ്ടു എന്ന് വളരെ അഭിമാനത്തോടെ എന്തോ എവറസ്റ്റ് കീഴടക്കി വന്നവരെ കണ്ടു, അല്ലെങ്കിൽ ചന്ദ്രനിൽ പോയിട്ട് വന്നവരെ കണ്ടു എന്നുള്ളൊരു അഭിമാനത്തോടെ. പക്ഷേ ആ ബാബറി മസ്ജിദ് തകർന്നതിന് ശേഷം ഉണ്ടായ അടുത്ത ആഴ്ചകളിൽ നടന്ന സംഭവം എന്തുമാത്രം ഭീകരമായാണ് അതും സമൂഹത്തിലെ ഏറ്റവും താഴെക്കിടയിൽപ്പെട്ട് ആളുകളുടെ ദൈനംദിന ജീവിതത്തിൽ അത് ഏറ്റവും ഗ്രാനുലറായുള്ള ഡീറ്റെയിൽസ് ഇതെനിക്ക് തോന്നുന്നില്ല. എന്നോട് പറഞ്ഞ വളരെ അഭിമാനത്തോടുകൂടി കർസവയ്ക്ക് പോയ പലരെയും ഞങ്ങൾ കണ്ടു എന്ന് അഭിമാനത്തോടുകൂടി പറഞ്ഞ് അത് കേരളത്തിലിപ്പോൾ നല്ല പെൻഷൻ, ഇടതുപക്ഷ സർക്കാർ കൊടുക്കുന്ന പെൻഷനൊക്കെ വാങ്ങിച്ച് മക്കൾ ജർമ്മനിയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ പൈസ അയച്ചു കൊടുത്ത് വലിയ സ്ക്രീൻ ടെലിവിഷനിൽ വീട്ടിലിരുന്ന് നെറ്റ്ഫ്ലിക്സിൽ മറ്റ് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇവർക്ക് അറിയാമെന്നറിയില്ല ഈ കർഷകന്മാർ ചെയ്ത പൂക്കൃതനം കൊണ്ട് എങ്ങനെയാണ് ഇന്ത്യ മാറിയെന്നും ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതെന്നും. അപ്പോൾ ഇതെല്ലാം ഞാനാണ് പറഞ്ഞ ഈ പുസ്തകം വായിച്ചോന്ന് ചോദിക്കും കാര്യം വെറുതെ ഭംഗിയാക്കി പറഞ്ഞല്ല. ഞാനും 1200ഓളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ചെങ്കൽച്ചുള എന്ന് പറഞ്ഞ എൻ്റെ ഒരു പ്രദേശത്തു നിന്നാണ് വരുന്നത്. ഞാനത് ഇവിടെ നിന്ന് ചിന്തിച്ചു. കാരണം അവിടെ ഓരോ വ്യക്തികൾക്ക് ഓരോ ജീവിത രീതിയാണ്, ഓരോ സാഹചര്യമാണ്, അല്ലെങ്കിൽ സാഹചര്യം അവരെ കൊണ്ടെത്തിക്കുന്ന കുറേ പ്രശ്നങ്ങൾ. ഒരിക്കലും അവർക്ക് മുൻപോട്ട് വരാൻ പറ്റാത്ത രീതിയിൽ സമൂഹം നമ്മളെ പൂട്ടിക്കളയുന്ന ഒരു രീതിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പുസ്തകം എനിക്ക് എല്ലാവരും ഇവിടെ സംസാരിച്ചവരും പറഞ്ഞു കേട്ടിടത്തോളം എനിക്ക് മനസ്സിലായി അങ്ങനെ കുറേ ജീവിതങ്ങളായിരിക്കണം ഇതിലെയും കഥാപാത്രങ്ങളെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കിത് കേട്ടപ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് ഇത് വായിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് ചെയ്യുന്നത്. കാരണം സാർ അത്രമാത്രം നമ്മളെ കൊണ്ടുവന്ന് ഇങ്ങനെ ഏറ്റവും അതിൻ്റെ ഒരു അറ്റത്ത് കൊണ്ട് നിർത്തിയിട്ട് ഇനി നിങ്ങൾ ചാടണോ വേണ്ടോ എന്ന് നിങ്ങൾ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് നിർത്തിയ ഒരു അവസ്ഥയാണ്. എനിക്കിത് ഒരു ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല ഞാൻ കാണുന്ന, എൻ്റെ സാഹചര്യവും എൻ്റെ കൂടെ ജീവിക്കുന്നവരും ഞാനായിരിക്കുന്ന പ്രദേശവും അതിൽ കൂടെ പോകുന്ന കുറേ വ്യക്തികളുടെ ജീവിതം ഇതുമായിട്ട് കണക്റ്റിംഗ് ആണെന്ന് എനിക്ക് ഉറപ്പായി കഴിഞ്ഞു ഇത് വായിക്കുന്നതിന് മുമ്പ് തന്നെ. എന്ത് തന്നെയായിരുന്നാലും ഈ പുസ്തകത്തിന് ഒരുപാട് വായനക്കാരുണ്ടാകട്ടെ. വായനക്കാർ മാത്രമുണ്ടായിട്ട് കാര്യമില്ല, എഴുത്തുകാർ മാത്രമുണ്ടായിട്ട് കാര്യമില്ല. എഴുതാനും വായിക്കാനും ഒക്കെ എളുപ്പമാണ്, പക്ഷേ എഴുത്തും വായിക്കുന്നതും ഉള്ളവർ അത് പ്രവർത്തിക്കാൻ വളരെ പാടാണ്. അങ്ങനെ ഒരു മൈക്കിൻ്റെ മുമ്പേ വന്നു നിന്ന് പാവപ്പെട്ടവരെന്നോ അല്ലെങ്കിൽ അവരിത്രയൊക്കെ അനുഭവിക്കുന്നു എന്ന് നമ്മൾ വളരെ ശബ്ദത്തോടു കൂടിയും പല ഭാഷയുടെ പല രീതിയിൽ മറ്റുള്ളവരെ പറഞ്ഞു അവരെ അതിലാക്കിയിട്ടൊന്നും കാര്യമില്ല. ആ മനുഷ്യരുടെ കൂടെ ഇറങ്ങിച്ചെന്ന് അവർക്കെന്ത് വേണം എന്ന് പ്രവർത്തിക്കാൻ അവരെ ഉൾക്കൊള്ളാനുമുള്ള ഒരു നല്ല മനസ്സ് വരുംകാലത്തുള്ള എഴുത്തുകാർക്കും വായനക്കാർക്കും ഉണ്ടാകട്ടെ. So the question is, how do we understand the macro level reality? I think this is one way to understand macro level realities through micro lives, and probably in that way I think what Neha had done is a political act by writing this book, and we all are thankful to you to produce such a micro level account through which we get a clear picture of macro level realities. The Malayalis will get an opportunity to understand the pan-Indian context of multiple layers of discrimination and exploitation happening in current India, and this book will help us to be more sensitive, to be more political, and to be more
work towards a social justice, gender justice, and fight back the time which we are living in.